സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമാണ് ജൂൺ 9-ാം തീയതി 2025 വരുന്ന വൈകാശി വിശാഖം നാൾ. വൈകാശി മാസം, തമിഴിലെ വൈകാശി മാസത്തിൽ വിശാഖം നക്ഷത്രത്തിലാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പല പുരാണങ്ങളും ഉദ്ഘോഷിക്കുന്നു. ഭഗവാന്റെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം കുമാരസംഭവം എന്നാണ് പറയുക. കുമാരോൽപ്പത്തി, സുബ്രഹ്മണ്യ ജയന്തി അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കാറില്ല. കുമാരസംഭവമാണ്. എന്താണ് സംഭവം? നമ്മൾ ചില സിനിമയിലൊക്കെ പറഞ്ഞത് ഞാനൊരു സംഭവമാണ്, ഇദ്ദേഹം ഒരു സംഭവമാണ്. സംഭവം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാൽ ഉണ്ടായതുകൊണ്ടാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല. സുബ്രഹ്മണ്യ ജനനം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. താരകാസുരനാൽ പീഡിതരായിട്ടുള്ള ദേവന്മാർ കൈലാസത്തിലെത്തി അവരുടെ വിഷമം മുഴുവൻ പറഞ്ഞപ്പോൾ രുദ്രസുതൻ ഉണ്ടാവാൻ ഇനിയും വൈകല്ലേ ഭഗവാനെ, ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്നുള്ള അവരുടെ വേദന കേട്ടപ്പോൾ കൃപാലുവായിട്ടുള്ള ഭഗവാൻ തൻ്റെ മഹാദേവൻ തൻ്റെ 5 മുഖങ്ങളല്ലാതെ 6ാമത്തെ അതോ മുഖവും കൂടെ ചേർത്തി നിന്നുകൊണ്ട് ഒരു വിരാട് രൂപം എടുത്തുകൊണ്ട് അതിൽ നിന്നെല്ലാം ആയിട്ടുള്ള ആ ഓരോ മുഖത്തിൽ നിന്നുള്ള ചൈതന്യത്തെ, നെറ്റിക്കണ്ണിൽ നിന്നുള്ള ചൈതന്യത്തെ ഒരുമിച്ച് കൂട്ടി അഗ്നിദേവൻ്റെ കയ്യിലും പിന്നീട് വായുദേവൻ്റെ കയ്യിലും അങ്ങനെ പിന്നെ അവിടെ നിന്ന് അത് ഗംഗാ നദിയിലേക്കും പിന്നെ അവിടെ നിന്ന് പൂയം, കാർത്തിക, വിശാഖം ഈ 3 നാളുകളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട്. അതിൽ കാർത്തിക ഭഗവാന്റെ ജന്മദിനമേ അല്ല, കാർത്തികയ്ക്ക് ജനനമായിട്ട് ബന്ധമില്ല. കാർത്തിക നക്ഷത്രത്തിൽ ഭഗവാൻ ആരാധന ചെയ്യുന്നത് ഭഗവാന് വളരെയധികം പ്രീതിയുള്ളതാണ്. കാരണം ഭഗവാന്റെ മാതൃസ്ഥാനമാണ് കൃത്തികമാർക്കുള്ളത്. അതുകൊണ്ടാണത് ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹവുമാണ്. പിന്നീട് പറയുന്നത് വിശാഖവും പൂയവുമാണ്. അതിൽ തിരുപ്പുകളിൽ കൂടുതലായും പൂയം എന്നുള്ള നക്ഷത്രത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ അധികം കണ്ടിട്ടില്ല. ഉള്ളത് വിശാഖനെ, ബോധനിർഗുണ കാല നമോ നമ എന്ന് പറയുന്ന ഒരു സ്തുതിയിൽ വിശാഖനെ എന്ന് വിളിക്കുന്നു. അതുപോലെ പഴനിയെ പറ്റിയിട്ടുള്ള അടവി ഒരു പൊഴുത് എന്ന് പറയുന്ന സ്തുതിയിലും വിശാഖ എന്നാണ് വിളിക്കുന്നത് ഭഗവാൻ. വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവനെ എന്നുള്ള അർത്ഥത്തിലാണ് അരുണഗിരിനാഥരെ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത്. പൂയം നാള് ഭഗവാൻ ശൂരസംഹാരം ചെയ്ത നാളായിട്ടും അതുപോലെ തന്നെ ഭഗവതി പരാശക്തി വേലു കൊടുത്ത ദിവസമായിട്ടും അതുപോലെ ദേവസേനാപതിയായിട്ട് അവരോധിച്ച ദിവസമായിട്ടും ഒക്കെയാണ് പറയപ്പെടുന്നത്. ഭഗവാന്റെ നക്ഷത്രം, ജന്മനക്ഷത്രം വിശാഖം തന്നെയാണ്. അപ്പോൾ അത് വരുന്ന ഈ വൈകാശി വിശാഖം നാളിൽ ഭഗവാനെ നല്ല പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഭക്തിയോടുകൂടി ആരാധിച്ച് അവിടുത്തെ കൃപയ്ക്ക് പാത്രീഭൂതനാവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം. വെற்றிവേൽ മുരുകനുക്ക് ഹരോഹര.